കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ സീലിംഗ് അടർന്നു വീണ് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ ബസ് തടഞ്ഞാണ് പ്രതിഷേധിക്കുന്നത്. ബലക്ഷയം പരിഹരിക്കാതെ ബസ് സ്റ്റാൻഡ് തുറക്കരുതെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ദിലിഷ തിലകൻ ചേരുന്നു വിവരങ്ങളുമായി. ദിലിഷ, നേരത്തെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെ കോംപ്ലക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയും ആക്ഷേപവും ആരോപണവും ഒക്കെ ഉയർന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഭീഷണിയായി സീലിംഗ് അടർന്ന് തലയിൽ വീഴുന്നത്. പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്താണ് ഇനി നടപടി? ജനപ്രതിനിധികളടക്കം ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്ടെ കെ.എസ്.ആർ.ടി.സി ടെർമിനലിന്റെ ഈ ബലക്ഷയം അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ രണ്ട് യാത്രക്കാർക്ക് കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ വീണ്ടും ഈ കെ.എസ്.ആർ.ടി.സി ടെർമിനൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് സ്ഥലം എം.എൽ.എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ ജയന്ത ഈ കെ.എസ്.ആർ.ടി.സി ടെർമിനൽ സന്ദർശിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ടെർമിനലിലെ അറ്റകുറ്റപ്പണി കൊണ്ട് മാത്രം ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നുമാണ്. അതിന് തൊട്ട് പിന്നാലെ യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. സൂപ്രണ്ടിനെ അടക്കം പ്രതിഷേധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മാത്രമല്ല, ഇത്രയധികം യാത്രക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. രാവിലെ ഉണ്ടായ സമാന സംഭവം ഇനിയും ഉണ്ടായ എന്ത് ചെയ്യും? എന്ത് വിശ്വസിച്ച് യാത്രക്കാർ ഇവിടെ ബസ് കാത്തിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. പോലീസ് പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. മാത്രമല്ല, ബസ്സുകൾ കടത്തിവിടാതെ കെ.എസ്.ആർ.ടി.സി ടെർമിനൽ അടച്ചിടണം എന്ന് പറഞ്ഞാണ് യുവമോർച്ച പ്രവർത്തകർ ഇവിടെ ഉപരോധിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മദ്രാസ് IIT ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ് കെ.എസ്.ആർ.ടി.സി ടെർമിനലിന്റെ. മാത്രമല്ല, ഏകദേശം 95% തൂണുകളും അത് അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തണമെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ സർക്കാർ അറ്റകുറ്റപ്പണി നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒന്നും തന്നെ ഉണ്ടായില്ല. ഇപ്പോഴും യാത്രക്കാരും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പ്രതിസന്ധിയും ദുരിതവും എല്ലാം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഗോകുൽ, ശരിയാ, കടമെടുത്ത് കെ.എസ്.ആർ.ടി.സിക്ക് വേണ്ടി കെട്ടിപ്പൊക്കിയ ആ കെട്ടിടം അത് ഇപ്പോൾ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. സീലിംഗ് ഇന്ന് അടർന്നു വീണ് 2 പേർക്കാണ് പരിക്കേറ്റത്. നേരത്തെ തന്നെ ഇതിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത, അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. വലിയ പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട്ട് കണ്ടത്. ദിലിഷ തിലകനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.